ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സൈനസൈറ്റിസും പല്ലും തമ്മിലുള്ള ബന്ധമാണ്. സൈനസൈറ്റിസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം ചൂട്, കുറച്ച് ദിവസം നല്ല മഴ അല്ലെങ്കിൽ പൊടി വരുന്ന ഈ സമയത്ത് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ശക്തിയായ തലവേദന, തലയ്ക്ക് ഭയങ്കര വിങ്ങല്, അല്ലെങ്കിൽ വളരെ ഒരു അസ്വസ്ഥം, ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് വരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ വരുന്ന പലരും മനസ്സിലാക്കുന്നില്ലാത്തതിന് പകരം അവർ പറയും മുകളിലത്തെ പല്ലിന് ഭയങ്കര വേദനയാന്ന് പറഞ്ഞ് പല കേസുകളായി ഇപ്പൊ ഈ 2-3 ആഴ്ചകളിലായിട്ട് ഈ മഴ കൂടിയ സമയത്ത് വരുന്നു. അവർ പറയുന്ന പല്ല് കേടൊന്നും കാണുന്നില്ല, പക്ഷെ ഭയങ്കര വേദനയാ, ചവയ്ക്കാൻ പറ്റുന്നില്ല. ശരിയാണ്, അവർ പറയുന്ന 100% ശരിയാ. ചവയ്ക്കാൻ പറ്റത്തില്ല അവർക്ക് ചവയ്ക്കുമ്പോഴത്തേക്ക് ആ മുകളിലത്തെ പല്ലിന് ഭയങ്കര വേദനയാണ്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ സൈനസൈറ്റിസ് എന്നാണ്. നമ്മുടെ മുഖത്ത് കണ്ണിന് താഴെയും കണ്ണിന് തൊട്ട് മുകളിലുമായിട്ട് എയർ ഹോൾസ് ആണ്. എയർ നമ്മൾ ചൂടാക്കി, നമ്മൾ ശ്വാസം വലിക്കുമ്പോഴത്തേക്ക് അത് എയർ ചൂടാക്കിയിട്ട് നമ്മുടെ ലങ്സിലേക്ക് വിടുന്ന ഒരു പ്രക്രിയയാണ്. അതൊരു ഹോളോ, ബോണിന്റെ ഉള്ളിലുള്ള ഒരു ഹോളോ സ്പേസ് ആണ് സൈനസ്. അപ്പോൾ അതിന് നീർക്കെട്ട് വരുന്ന സമയത്താണ് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഭയങ്കര ഒരു അസ്വസ്ഥത വരുന്നു. അപ്പോൾ നമുക്ക് തലയ്ക്കൊരു വിങ്ങല്, വെയിറ്റ്, തല കുനിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയൊക്കെ വരും. അപ്പൊ അവന് പറയുന്ന ഒരു സിംറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിച്ചു പിടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും, പക്ഷെ ചവയ്ക്കാൻ ഒരു സുഖമില്ല. നന്നായിട്ട് മുറുക്കെ കടിച്ച റിലീഫ് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുകളിലത്തെ പല്ലിന് വേദനയായിട്ട് വരും, പലപ്പോഴും ഇത് വരും. ഇതിന് അസച്ച് സീരിയസ് അല്ലെങ്കിൽ വലിയ മെഡിക്കേഷൻ ഇല്ല. ENT കണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യിക്കാം. അന്നേരം ഒരു നേസൽ വളവൊക്കെ ഉണ്ടെന്ന് അവർ പറയുമ്പോൾ ചിലപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് തരും. അതല്ല എന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ആവി പിടിച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വിക്സ് തൂക്കാം, അല്ലെങ്കിൽ തുളസി ഇട്ടിട്ട് ആവി പിടിക്കുക. രാവിലെയും വൈകിട്ടും ആവി പിടിക്കുക. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് അത് ഈ കാലാവസ്ഥയിൽ അത് കൂടും. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റെഗുലറായിട്ട് ഒരാഴ്ച ആവി പിടിക്കുമ്പോൾ തന്നെ അത് കുറയും. പക്ഷെ അത് നിർത്തരുത്, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുകളിലത്തെ പല്ലിനുള്ള ആ വേദന കുറഞ്ഞു വരികയും ചെയ്യും. ഇത് ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് കൺഫേം ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പല്ലിന് കേടുണ്ടായിട്ട് സൈനസൈറ്റിസ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലിന്റെ കേട് കൂടാനും ചാൻസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ കേടൊന്നും കണ്ടില്ല, വേറെ കംപ്ലൈന്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും. താങ്ക് യു.